വളരെ ചുരുക്കത്തിലാണ് അവൾ പറഞ്ഞത്. ഷെൽമ എയർ ഹോസ്റ്റസ് ആയിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്നെ കൊണ്ട് പറക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5 രാജ്യം പറന്നു കഴിഞ്ഞു അവള്. ആമേൻ, സ്തോത്രം, കർത്താവിന് നന്ദി, ഹല്ലേലൂയ. തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസത്തിന്റെ വാക്ക് പറയാനുണ്ട്. ഇവിടെ ആരെങ്കിലും ഡോക്ടേഴ്സ് ആയാലും ആരായാലും വിധി എഴുതിയാലും കർത്താവിൽ നിന്റെ വിശ്വാസമാണെങ്കിൽ ഞാൻ പറയാം, നിന്റെ വിഷയത്തിൽ കർത്താവ് വിധി എഴുതുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം എല്ലാം ശ്രേഷ്ഠകരമായി നടത്തുന്നു. ആമേൻ. ഞങ്ങളുടെ ബലത്തേക്കാൾ ഞങ്ങളുടെ ബലമായി തീർന്ന യേശുവിനെ ഉയർത്തുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഹല്ലേലൂയ, ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നമ്മുടെ കൂടെ കാണുമെന്ന്. ഞാൻ പറയാം, നിങ്ങൾ ദൈവിക പദ്ധതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടേയിരിക്കും. അത് വേറെ എങ്ങൊന്നും വന്നില്ലെങ്കിൽ ഞാൻ പറയാം, സഭയ്ക്കകത്തുനിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. പലരും പല നേട്ടത്തിനായിരിക്കും നിൽക്കുന്നത്, പലർക്കും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ദൈവദാസനെ ഞാൻ മനസ്സിലാക്കിയ സത്യം, ദൈവദാസന്റെ മേൽ കിടക്കുന്ന ദർശനത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ദർശനം, നമ്മുടെ ദൈവദാസന്റെ മേൽ കിടക്കുന്ന ദർശനത്തെ നമ്മൾ അറിയാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഓക്സ്ഫോർഡിലെ ചർച്ച് മെമ്പേഴ്സിനോട് എനിക്ക് ഭയങ്കര സന്തോഷവും സ്നേഹവും തോന്നുന്ന കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവദാസന്റെ മേൽ കിടക്കുന്ന ദർശനത്തെക്കുറിച്ചൊരു ബോധമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോർവിച്ചിൽ വന്ന് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും നിൽക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ, ആമീൻ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വാക്ക്, നിങ്ങളൊരു പട്ടണത്തിനല്ല, നിങ്ങൾ രാജ്യത്തിന്റെ അനുഗ്രഹമാണെന്ന്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അങ്ങനെ വർദ്ധിപ്പിക്കും, വലുതാക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു ചെറിയ ചിന്ത പറയാനുള്ളത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ നയിക്കപ്പെട്ടത് എങ്ങോട്ടായിരുന്നു? മരുഭൂമിയിലേക്ക്. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ടപ്പോൾ പിശാച് യേശുവിന്റെ ആവശ്യം അറിഞ്ഞ യേശുവിനോട് സംസാരിച്ചു തുടങ്ങിയത്, നിനക്ക് വിശക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിനക്ക് വേണ്ടി ആഹാരത്തിന്റെ വഴിയുമായിട്ട് വരും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ യേശുവിൽ കണ്ട പ്രത്യേകത, ഹല്ലേലൂയ, യേശുവിന്റെ ക്വാളിറ്റി യേശു മെയിൻറ്റെയിൻ ചെയ്തു. ആമേൻ. എന്ന് പറഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, തൻ്റെ ആമേൻ ഭൗതികമായ ആഹാരത്തെക്കാൾ ആമേൻ തന്നിലായിരിക്കുന്ന ദൗത്യത്തെ തിരിച്ചറിഞ്ഞു. ഞാൻ പറയാം, ദൈവമക്കളായ നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ദൈവിക ദൗത്യത്തെ നമ്മൾ തിരിച്ചറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നമുക്ക് യേശുവായി തീരത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം പലപ്പോഴും തെറ്റിപ്പോകാണ്ട കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ നമ്മുടെ ചിന്ത ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മളത് അനുഗ്രഹമായി കണ്ടു തുടങ്ങും. പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ നമ്മൾ അനുഗ്രഹമായി കണ്ടു തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ ഒരു തികവുള്ള ദൈവ സാന്നിധ്യം പ്രാപിച്ച ദൈവാത്മാവുമായി ബന്ധമുള്ള ഒരു വ്യക്തിക്ക് അവസരങ്ങളല്ല, ഹല്ലേലൂയ, മറിച്ച് തൻ്റെ മേൽ കിടക്കുന്ന ആത്മനിയോഗത്തെ, ഹല്ലേലൂയ, തന്നെ ദൈവം വിളിച്ചപ്പോൾ തൻ്റെ മേലിട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ലോകപ്രകാരമായ പ്രശംസ നമുക്കുള്ളതല്ല, ക്രിസ്തുവിലാണ് നമ്മുടെ പ്രശംസ. ഹല്ലേലൂയ. അതുപോലെ ഏതൊക്കെ നിലവാരത്തിൽ പിശാച് നമ്മളെ തന്ത്രപരമായി വീഴ്ത്തുവാൻ ശ്രമിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഉഴപ്പനും ഒന്നിനും ഉതകാത്തവനെ പിശാച് തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. എന്നാൽ നീ ദൈവിക പദ്ധതിക്ക് ചേർന്ന് നിൽക്കുന്നോ, ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നോ, നീ ദൈവദാസന്റെ ദർശനത്തിന് കൂടെ നിൽക്കുന്നുവോ, നിന്നെ തകർക്കുവാൻ പല വഴികളുമായി പിശാച് നിന്റെ പുറകിൽ കാണും. ഹല്ലേലൂയ. അവൻ ഐക്യതയെ കെടുത്തും, നിന്റെ ദർശനത്തെ വിമർശിക്കും, നിന്നോട് കൂടെ നിൽക്കുന്നതിന് പകരം നിന്നോട് നിൽക്കുന്നവരെ തള്ളിയിടാൻ നോക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ലക്ഷ്യം യേശുവാകട്ടെ, നമ്മുടെ ലക്ഷ്യം സുവിശേഷമാകട്ടെ, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതാകട്ടെ. ഹല്ലേലൂയ. ഷെൽമ പറഞ്ഞത് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമെന്ന അല്ല, ഞങ്ങൾ ഒരു ആരാധനയ്ക്ക് വേണ്ടി 10 മണിക്കൂറാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു സൈഡാ ഞങ്ങൾ 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആരുടെയും സിമ്പതിക്കോ അയ്യോ പാസ്റ്റർ ഇത്തേക്ക് ചെയ്യുന്നല്ല. ഞാൻ പറയുന്നത്
ഈ ഒന്നിനും ഉതകാത്ത എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എത്ര അധികം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എല്ലാം കഴിയും, നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആയാൽ. നമ്മുടെ ലക്ഷ്യം തെറ്റുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റി ചിന്തിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഒരു തലമുറ എഴുന്നേൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, പ്രശംസയല്ല, നേട്ടങ്ങളല്ല, ഒന്നുമല്ല, മറിച്ച് അവർക്ക് ദൈവരാജ്യം എന്നുള്ള ഏക ചിന്തയായിരിക്കും. നിങ്ങൾ ഞങ്ങളെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇവിടുത്തെ നോർവിച്ചിലെ നേട്ടമോ ഒന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സഭയിൽ ഒരു ചില കുടുംബങ്ങളും ചെറിയ ഒരു കൂട്ടമായി ഞങ്ങൾ നിൽക്കുന്നത് ഈ രാജ്യത്തിൽ, ഞങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന പട്ടണത്തിൽ. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു വിടുതൽ, ഒരു സമാധാനം. ഈ പട്ടണത്തിൽ മേലുള്ള ഓരോ ജനത്തിന്റെ മേലും ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആ സ്നേഹം ഞങ്ങളിലൂടെ സംഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ അതിനെ ഉപയോഗിപ്പാൻ, ഞങ്ങളുടെ സഭയെ ഉപയോഗിപ്പാൻ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ദൈവം ഉപയോഗിപ്പാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളെ ഓർക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും.